ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി കണ്ടല്ലോ. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 1/4 കപ്പ് മിൽക്ക്, 60 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റ്, 150 ഗ്രാം ബട്ടർ, ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്ത് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് ചൂടാറാനായിട്ട് മാറ്റി വെക്കണം. എന്നിട്ടൊരു ബൗളിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ, 1/4 കപ്പ് കൊക്കോ പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഇത് 4 കൂടെ ആഡ് ചെയ്ത് 3 തവണ കട്ടകളൊന്നും ഇല്ലാതെ അരിച്ചെടുത്തതിന് ശേഷം ഒരു വിസ്ക് വെച്ച് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിക്കുക. 4 മുട്ട പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 2 ഡ്രോപ്സ് ചോക്ലേറ്റ് മിക്സും കൂടെ ആഡ് ചെയ്ത് ഒന്ന് ബീറ്റ് ചെയ്ത് ഒന്ന് പറഞ്ഞു വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമ്മൾ പൊടിച്ച 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ കുറേശ്ശായിട്ട് ആഡ് ചെയ്ത് നല്ലതുപോലെ ഫ്ലഫി ആക്കി എടുക്കണം. നല്ല ബീറ്റ് ചെയ്ത് നല്ല ഒരു വൈറ്റിഷ് കളറായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ചോക്ലേറ്റ് മിക്സ് ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. എന്ന് വെച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് ലോ സ്പീഡിൽ ഇട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ബട്ടറൊക്കെ ആഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ലോ സ്പീഡിൽ മാത്രമേ ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചേക്കുന്ന മൈദയുടെ മിക്സ് 3 തവണയായിട്ട് ആഡ് ചെയ്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അങ്ങനെ 3 തവണ ആഡ് ചെയ്ത് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഒരു സ്പാച്ചില വെച്ച് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന ബേക്കിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് എയർ ബബിൾസ് ഒക്കെ കളഞ്ഞ് ഒന്ന് ടാപ്പ് ചെയ്യണം. അതിനുശേഷം 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രിയിൽ 45 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് ഇവിടെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ ചോക്ലേറ്റ് ടീ കേക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി ചൂടാറിയതിന് ശേഷം നമുക്കൊരു കവറിലാക്കി ഇത് എയർ ടൈറ്റായിട്ട് സീൽ ചെയ്ത് വെക്കണം. അങ്ങനെ സീൽ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ലോഗോ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ എൻ്റെ വീഡിയോ. എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.